നമസ്കാരം കേട്ടാ. PM ശ്രീ പദ്ധതി എന്തുകൊണ്ട് കഴിഞ്ഞ സർക്കാർ നടപ്പിലാക്കാതെ പോയി എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. പ്രധാനമന്ത്രി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് PM ശ്രീ പദ്ധതി. അതായത് പാവപ്പെട്ടവന്റെ കുട്ടികൾക്ക് ഇനി വരുന്ന തലമുറയ്ക്ക് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി പഠിക്കാനുള്ള ഒരു ക്ലാസ് റൂം. അത് പ്രധാനമന്ത്രിയുടെ ഒരു സ്വപ്നമാണ്. ആ സ്വപ്നമാണ് നടപ്പിലാക്കാൻ കഴിഞ്ഞ സർക്കാർ മടിച്ചത്. എന്നാൽ ആദ്യം പോയി ആ കരാറിൽ ഒപ്പിടുകയും പിന്നീട് അത് പരസ്യമായിട്ട് പിന്മാറി, കരാറിൽ നിന്ന് പിന്മാറി അത് മരവിപ്പിച്ചു എന്ന് പറയുകയുമാണ് കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചെയ്തിരിക്കുന്നത്. പുതിയ വിദ്യാഭ്യാസ മന്ത്രി വന്ന് പറയുകയാണ്, ഇത് കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ട കരാറാണ്, അതുകൊണ്ട് അതിൽ നിന്ന് ഇനി പിന്മാറാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഇപ്പോഴുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ പ്രതികരണത്തിനെതിരെ മുൻ വിദ്യാഭ്യാസ മന്ത്രി രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ആടിനെ പട്ടിയാക്കുകയാണ് എന്നാണ്. അങ്ങനെയെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ രണ്ട് വിദ്യാഭ്യാസ മന്ത്രിമാരും കൂടെ ചേർന്നിട്ട് ഈ ജനങ്ങളെയാണോ പട്ടികളാക്കുന്നത്? ജനങ്ങളെ വെറും പട്ടികളാക്കുകയാണോ നിങ്ങൾ ചെയ്യുന്നത്? ഞാൻ ചോദിക്കട്ടെ, പാവപ്പെട്ടവന്റെ കുട്ടികൾക്ക് അത്യാധുനിക സൗകര്യങ്ങളുടെ ഒരു ക്ലാസ് മുറിയിൽ ഇരുന്ന് പഠിക്കണമെന്ന് അവർക്ക് ആഗ്രഹമില്ലേ? അവരങ്ങനെ പഠിക്കേണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ കൊടുക്കുന്ന സൗജന്യങ്ങൾ കൊടുത്ത് എന്നും ഇലനക്കിയുടെ ചെറുനക്കിയായിട്ട് എന്നും തെണ്ടികളായിട്ട് കിടക്കണമെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ PM ശ്രീ പദ്ധതിയെക്കുറിച്ച് ശരിക്കും പഠിക്കാതെയാണ് ഇവിടെ വന്ന് നിന്ന് വളവള വർത്താനം, മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് വളവള വർത്താനം പറയുന്നത്. ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീ എന്നല്ല കൊടുത്തിരിക്കുന്നത്, PM ശ്രീ. അതായത് ആ രാജ്യം ഭരിക്കുന്ന ഏത് പ്രധാനമന്ത്രിയാണോ ആ പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള ഒരു പദ്ധതിയാണ്. അതിനെയാണ് PM ശ്രീ എന്ന് പറയുന്നത്. അതുപോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത കുറെ വാണങ്ങളാണ് ഈ നമ്മുടെ നാട്ടിലുള്ളത്. പാവപ്പെട്ടവന്റെ കുട്ടികൾക്ക് ടൂർ പോകാൻ വരെയുള്ള പണം ലഭിക്കും. അത് വർഷം തോറും കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്ര സർക്കാർ അതിന് മാറ്റിവെച്ചിരിക്കുന്നത്. അത്യാധുനിക രീതിയിലുള്ള പഠന സൗകര്യങ്ങളും പഠന ക്ലാസ്സുകളും കുട്ടികളുടെ കഴിവിനെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനും. ഇപ്പോൾ ഓരോ കുട്ടികൾക്കും ഓരോ കഴിവ് കാണുമല്ലോ. ചിലർക്ക് ചിത്രം വരയ്ക്കാനുള്ള കഴിവ്, ചിലർക്ക് എൻജിനീയറിങ്ങിന് ഉള്ള ഒരു മികവ്, ചിലർക്ക് ഇലക്ട്രോണിക്സിൽ ഉള്ള മികവ്, അതുപോലെ ചില കുട്ടികൾക്ക് ശാസ്ത്രീയ പഠനങ്ങളിലൂടെ പലതും കണ്ടെത്താനുള്ള കഴിവ്. ഇത്തരം കഴിവുകളെ കൂടി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് PM ശ്രീ പദ്ധതി. അതായത് പഠനത്തോടൊപ്പം ഒരു തൊഴിൽ, അത് നല്ലതല്ലേ? അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത്? അതിന് പകരം ഇവിടെ രാഷ്ട്രീയം പറഞ്ഞ്, മതത്തിൻ്റെ പേര് പറഞ്ഞ് ഈ നല്ലൊരു പദ്ധതിയെ ഇല്ലായ്മ ചെയ്യുകയാണ്. സമസ്തയ്ക്കോ അല്ലെങ്കിൽ അവര് പ്രതിദാനം ചെയ്യുന്ന മതത്തിനോ ഈ പദ്ധതി വേണ്ടെങ്കിൽ വേണ്ട. അവർക്ക് മദ്രസകളുണ്ട്, അവരവിടെ പോയി പഠിക്കട്ടെ. നമ്മുടെ കുട്ടികൾക്ക് വേണം. നമ്മുടെ കുട്ടികൾക്ക് ശാസ്ത്രീയവും എൻജിനീയറിങ്ങും അതുപോലുള്ള മറ്റ് തൊഴിൽ പഠനങ്ങളും കൂടി പഠിപ്പിക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ്. ഞങ്ങൾക്ക് ആവശ്യം മതപണ്ഡിതന്മാരെ അല്ല, മതഭ്രാന്തന്മാരെ അല്ല. ഞങ്ങൾക്ക് ആവശ്യം ഡോക്ടർമാരെയും എൻജിനീയർമാരെയും ശാസ്ത്രജ്ഞന്മാരെയുമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി കെട്ടിപ്പടുക്കുന്നതിന് അവരെയാണ് നമുക്ക് ആവശ്യം. അല്ലാതെ കുറെ മതഭ്രാന്തന്മാരെ ഉണ്ടാക്കി വെച്ചാൽ ഇവിടെ കൊലവിളിയും കൊലപാതകവും അല്ലാതെ, രാജ്യത്ത് അരക്ഷിതാവസ്ഥയല്ലാതെ മറ്റൊന്നും നടക്കില്ല. രാഷ്ട്രീയത്തിൻ്റെ പേര് പറഞ്ഞ്, മതത്തിൻ്റെ പേര് പറഞ്ഞ് തടസ്സം നിൽക്കുന്ന ഇത്തരം നിഗൂഢ ശക്തികളെ മനസ്സിലാക്കണം. എൻ്റെ എളിയ ഒരു ആവശ്യം എന്തെന്നാൽ, ഈ രണ്ട് വിദ്യാഭ്യാസ മന്ത്രിമാരും ഈ പദ്ധതിയെക്കുറിച്ച് പഠിക്കണം. ഈ പദ്ധതി നടപ്പിലാക്കിയ സ്കൂളുകൾ സന്ദർശിച്ച് അവരോട് ചോദിച്ച് മനസ്സിലാക്കണം.